ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു വാർത്ത വന്നത്. ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ പരീക്ഷയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഒരു 2-3 വർഷത്തെ ട്രെൻഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയാലോ. കമോൺ, നമുക്ക് ആദ്യം തന്നെ മാത്സ് ആൻഡ് റീസണിങ്ങിലേക്ക് പോകാം. ഒന്ന് ശ്രമിച്ചാൽ കൂടെ പോരും. അതെ, പ്രത്യേകിച്ചൊന്നുമില്ല. മാത്സും റീസണിങ്ങും നമ്മളൊന്ന് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോട് ചോദിക്കുകയാണെങ്കിൽ അവർ തന്നെ പറയുന്ന കാര്യമാണ്, മാത്സിലും റീസണിങ്ങിലൊന്നും കാതലായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ കുറേ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാനും ചാൻസ് ഉള്ളത്. സോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം മാത്സും റീസണിങ് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ കളയാൻ അധികം മാർഗമൊന്നും നമുക്കില്ല. അപ്പം നമ്മൾ ആഞ്ഞൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ എത്ര മാർക്കിനാണോ അതുള്ളത്, ഇപ്പോൾ ഏകദേശം 50 മാർക്കാണെന്ന് വെച്ചോ, ഈ 50 മാർക്കിൽ നമുക്കൊരു 40 മാർക്കെങ്കിലും അടിക്കാനായിട്ട് പറ്റും. സോ മാത്സ് ആൻഡ് റീസണിങ് സെറ്റ് ആക്കിയാൽ തന്നെ നമുക്ക് പകുതി പരിപാടി കഴിഞ്ഞു. 50 മാർക്കിലൊരു 40 വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. ഇനി ജനറൽ സയൻസിലേക്ക് പോവുകയാണ്. ജനറൽ സയൻസ് കുറച്ച് പേർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സാരമില്ല, 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള NCERT, അതായത് നമ്മുടെ CBSE ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് മാത്രം പോരാ, കൺസെപ്റ്റ് കൂടി ശരിയാക്കണം. കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഫാക്ട്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതലും കോൺസെപ്റ്റ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പ്രത്യേകിച്ച് ഡയഗ്രമും അതേപോലെ തന്നെ പിക്ചേഴ്സൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. പ്രോബ്ലം ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പോൾ സയൻസിൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഇൻ കേസ് +2 വരെ ചോദിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷെ സാധാരണഗതിയിൽ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള സയൻസ് ടെക്സ്റ്റ് ബുക്കിലാണ് പറയുന്നത്. ഇനി പല ആളുകൾക്കും ഒരു കല്ലുകടി ആവുന്നത്, അല്ലെങ്കിൽ പല ആളുകൾക്കും ഒരു വില്ലൻ ആവുന്നത് നമ്മുടെ GK പാർട്ടിലേക്ക് വരുമ്പോഴാണ്. GK പാർട്ടിലേക്ക് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ് ഒരു വില്ലനായിട്ടുള്ളത്. നമ്മുടെ സ്റ്റാറ്റിക് പാർട്ട് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടും. പക്ഷെ കറണ്ട് അഫയേഴ്സ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയാണ്. ഈ കഴിഞ്ഞ എക്സാം അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൽ തന്നെ പലർക്കും വില്ലൻ ആവുന്നത് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. അതിപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈപ്പുള്ള അവാർഡും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈപ്പുള്ള അപ്പോയിൻമെൻ്റൊക്കെയാണ് ചോദിക്കുന്നത്. സോ അധികം പരീക്ഷണങ്ങൾക്കൊന്നും പോകരുത്. ഓപ്ഷനൊക്കെ കാണുമ്പോൾ എല്ലാം ഒരേപോലെയൊക്കെ തന്നെ തോന്നിയൊക്കെ ചെയ്തിരിക്കും. സോ കൂടുതൽ പരീക്ഷണങ്ങളൊന്നും ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ഭാഗത്തേക്ക് പോകരുത്. നമുക്ക് സെറ്റാക്കാനുള്ള മാർഗ്ഗമെല്ലാം നമ്മുടെ മാത്സും റീസണിങ് പാർട്ടും അതുപോലെ തന്നെ സയൻസ് പാർട്ടിലും ഉണ്ട്. സോ ഈ ഒരു കാര്യങ്ങൾ സെറ്റാക്കിയാൽ തന്നെ നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള സ്കോറിലേക്ക് പോകാം. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സ് പാർട്ട് വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു സ്കോറിലേക്ക് വരാനായിട്ട് പറ്റും. ഈ വർഷം തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്കൊക്കെ വരാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഈ പറയുന്ന ഫിസിക്കലിൻ്റെ പാർട്ടൊക്കെയാണ്. അത് നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ പുതിയ ബാച്ചുകളൊക്കെ തുടങ്ങുന്നുണ്ട്. നിങ്ങളെ സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ലക്ഷ്യമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഗ്രൂപ്പ് ഡി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചോളം നല്ലൊരു അവസരമാണ്. അപ്പോൾ താങ്ക് യു എവരിവൺ, ഓൾ ദി ബെസ്റ്റ്.